ഇപ്പോൾ കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. CEO നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ പ്രതികരണം കൂടി. ശമ്പളം കിട്ടാത്തതിൻ്റെ സംവിധാനം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മാർച്ച് 31 നമ്മൾ ഈ കമ്പനി ഷട്ട് ഡൗൺ ചെയ്ത് നമ്മുടെ 250 CR കമ്പനി ഷട്ട് ഡൗൺ ചെയ്തു. ടാൽറൂപ്പിൻ്റെ അണ്ടറിൽ തന്നെ 67ഓളം വേറെ കമ്പനികളുണ്ട്, സ്റ്റാർട്ടപ്പ് കമ്പനികളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും ടാൽറൂപ്പാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അവർക്ക് ഫണ്ട് കൊടുക്കുന്നത്, അവിടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നത്, അവർക്ക് വേണ്ടി പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ നാലിച്ചൊക്കെ ഒരു 8 പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ 6 to 8 മാസം എടുക്കണം. ഇപ്പോൾ AI വന്നതുകൊണ്ട് 3 എഞ്ചിനീയർ വേണ്ട, 3 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 8 പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടുള്ള ലേ ഓഫുകൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായി നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് അത്രയും കപ്പാസിറ്റി ഇല്ല ഇവർ വെക്കാൻ വേണ്ടിയിട്ടുള്ള. അരുൺ ശങ്കർ തുടരുന്നുണ്ട്. അരുൺ, കമ്പനി നഷ്ടത്തിലായതുകൊണ്ടല്ല, AI വന്നതുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതുകൊണ്ട്, നിർമ്മിത ബുദ്ധി വന്നതുകൊണ്ട് എഞ്ചിനീയർമാരുടെ ജോലിയൊക്കെ വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനെ ലോകം വലിയൊരു കുതിപ്പിലേക്ക് മാറുകയാണ്. അത് ലോക സാഹചര്യമാണ്, വലിയ വ്യത്യാസമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇവരെ എല്ലാം പിരിച്ചുവിടുന്നു എന്ന വിശദീകരണം ഉൾപ്പെടെ എല്ലാം തൃപ്തികരമാണോ? ജീവനക്കാർ എന്ത് പറയുന്നു? പിന്നെ മാത്രമല്ല, ഈ ടാൽറോപ്പിന്റെ കീഴിൽ നിരവധി കമ്പനികളുണ്ട് എന്ന് പറയുന്നു, ഇതൊരു മറ്റൊരു കമ്പനിയാണ് എന്ന് പറയുന്നു. ഇതിന്റെ കണക്ഷൻ എങ്ങനെയാണ്? അക്കാര്യത്തിൽ ടാൽറോപ്പിന് ഉത്തരവാദിത്തം ഇല്ലേ? രതീഷ്, തീർച്ചയായും ഇക്കാര്യത്തിൽ കുറച്ചുകൂടിയൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതായത് ഈ ടാൽറോപ്പ് എന്ന് പറയുന്ന കമ്പനി ഒരു ടെക്നോളജി കമ്പനിയായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ BOT അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അതായത് ജീവനക്കാരെ എടുത്ത് പല കമ്പനികളിലായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നതാണ് അവർ അനുവർത്തിക്കുന്ന രീതി. അതുകൊണ്ടാണ് ജീവനക്കാർ പറയുന്നത് ഞങ്ങളെയൊക്കെ പല കമ്പനികളിലെ ജീവനക്കാരായിട്ടാണ് അവർ നിയോഗിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ മുൻപ് സംസാരിച്ച പെൺകുട്ടി പറഞ്ഞത് അവരിൽ നിന്ന് കമ്പനി നിക്ഷേപം സ്വീകരിക്കാൻ തയ്യാറെടുത്തു എന്നുള്ളതാണ്. അതായത് നൽകാനുള്ള ശമ്പളം നിക്ഷേപമായിട്ട് കമ്പനിക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള റിട്ടേൺ തരാം എന്നതാണ് കമ്പനി ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന രീതി സംബന്ധിച്ച് വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. ശരി, എന്തായാലും ഒരു പുതിയ കമ്പനിയാണ്, സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി പേര് കേൾക്കുന്നതാണ്. നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ അടക്കമുണ്ട്, അതുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഒരു കമ്പനി, അതിനെതിരെ ആരോപണം ഉയർന്നു വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ കോറോ ഹെൽത്തിലെ ആരോപണം എന്നത് അതൊരു വിദേശ കമ്പനിയാണ്, അമേരിക്കൻ കമ്പനിയാണ്, വലിയ ബേസ് ഉള്ള കമ്പനിയാണ്, അതിൻ്റെ നിയമപരമായി നമുക്ക് നീങ്ങാം. പക്ഷേ ഇവിടെയുള്ളൊരു കമ്പനിയാണ്. ആ കമ്പനിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായും അക്കാര്യത്തിൽ സ്റ്റാർട്ടപ്പ് മിഷനോ സർക്കാരിൻ്റെ മറ്റ് സംവിധാനങ്ങളോ ഇടപെടേണ്ടതുണ്ട്. എവിടെയാണ് പാളിപ്പോയത്? ഇപ്പോൾ അതിനെ ബിൽഡ് ചെയ്ത് വീണ്ടും കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായ ഇടപെടൽ ആവശ്യമാണ്. ഇപ്പോൾ ജീവനക്കാരുടെ ഭാഗത്ത് വലിയ പ്രതിഷേധം ഉണ്ടാകുമ്പോഴും കമ്പനി എന്ന നിലയിൽ ഒരു പുതിയ സംവിധാനം, ചെറുപ്പക്കാരുടെ സംവിധാനം ഉയർന്നു വന്നതാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന കാര്യം വളരെ ക്ലോസായി വാച്ച് ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.